കുടുംബങ്ങൾ, ബഹുമാന്യരായ പാസ്റ്റേഴ്സ്, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം, ഈ എൻ്റെ വിശ്വാസം, ഞാൻ ഇതിനു മുൻപ് ഞങ്ങളുടെ ദൈവദാസന്മാരാരും വായിച്ചിട്ടില്ല എന്നുള്ള ചിന്തയിലാണ് ഇത് എടുത്തത്. മറ്റ് സങ്കീർത്തനങ്ങളെല്ലാം ഞങ്ങൾ ഇങ്ങനെ പല പ്രാവശ്യമായി വായിച്ചിട്ടുണ്ട്. എന്നാൽ 69-ാം സങ്കീർത്തനം വായിച്ചപ്പോൾ അതിൻ്റെ എല്ലാ വാക്യാംശങ്ങളും പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നില്ല. എന്നെ ദൈവസന്നിധി ഇരുന്നപ്പോൾ എനിക്ക് ദൈവം തന്ന 1-2 വാക്യത്തിലുള്ള ആലോചനകൾ മാത്രം പറഞ്ഞിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ശീർഷകത്തിൽ ഇങ്ങനെ കാണുന്നു: സാരസ്വരാഗത്തിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. സ്വാരസ രാഗത്തിൽ ദാവീദ് സംഗീത പ്രമാണിക്ക് എഴുതി കൊടുത്ത ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം ഒരു മെശിഹ സങ്കീർത്തനമാണ്. നമുക്കറിയാം, ഈ സങ്കീർത്തനത്തിൽ 6 ഭാഗത്ത് യേശു കർത്താവിൻ്റെ പ്രവചനങ്ങൾ, ഉദ്ധരണികളെല്ലാം നമുക്കിതിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഉദ്ധരണികളിൽ കർത്താവിൻ്റെ ക്രൂശിലെ മൊഴി ഉൾപ്പെടെ ഇതെല്ലാം ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? സഹായിച്ചാട്ടെ, വായിച്ചു. ദൈവമേ, എന്നെ രക്ഷിക്കണമേ. വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു. ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു. പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു. മതി. ദൈവമേ, എന്നെ ഒന്ന് രക്ഷിക്കണമേ. വെള്ളം ഇല്ലാത്ത രക്ഷിക്കണമേ. വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ദാവീദ് രാജാവ് തൻ്റെ അനുഭവത്തിലൂടെ ദൈവത്തോട് രക്ഷിക്കണമേ എന്ന് പറയാൻ കാരണം, ആഴമുള്ള ഹല്ലേലൂയ ആ ഒരു നിലവാരത്തിൽ താൻ ചേറ്റിൽ താണു പോകുന്ന മാനസികമായ ഒരു വ്യഥയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അക്ഷരികമായ ആ വെള്ളത്തിൽ താഴുന്ന കാര്യമല്ല, മാനസികമായ വ്യഥ. നമുക്കറിയാം, ശാരീരിക വേദനയേക്കാൾ വലുതാണ്, ശാരീരിക മുറിവിനേക്കാൾ വലുതാണ് മാനസിക വ്യഥ എന്ന് പറയുന്നത്. അതിലൂടെ കടന്നുപോയവർക്ക് അറിയാം അത് എത്രത്തോളം ഹല്ലേലൂയ അത് നമ്മെ മുറിപ്പെടുത്തുന്നതാ, എത്രത്തോളം നമ്മെ നിരാശപ്പെടുത്തുന്നതാ, എത്രത്തോളം നമ്മെ വിഷമിപ്പിക്കുന്നതാ. എന്നാൽ ആ സാഹചര്യങ്ങളിലും ദൈവമക്കൾക്കൊരു പ്രത്യാശയുണ്ട്. രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ ഓടി വന്ന് രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. മാനസികമായ വ്യഥയിലൂടെ കടന്നു പോകുന്നവർ ജീവിതത്തെ വേണ്ട എന്ന് പറഞ്ഞ് കുറുക്കുവഴികൾ തേടി അവർ ജീവിതത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ, രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ദൈവമക്കളായി ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. കാലാകാലങ്ങളില് എത്രയോ സന്ദർഭങ്ങളില് ഇറങ്ങി വന്ന് വിടുവിച്ചത് കൊണ്ടല്ലേ മറ്റുള്ള ലോക മനുഷ്യൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൈവമില്ലാത്തവൻ ചെയ്യുന്നത് പോലെ കുറുക്കുവഴികൾ തേടാതിരുന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു, കഴിഞ്ഞ ദിവസം തിരുവല്ലയിലുള്ള ഒരു ക്രൈസ്തവ ഭവനം അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കാൻ കഴിയാതെ, അവരുടെ പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ ഒരു ഏക മകൻ ലഹരിക്കടിമയാണ്. എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല. അവർക്ക് സാമ്പത്തികം ഇഷ്ടം പോലുണ്ട്. എന്നാൽ ഈ ലഹരിക്കടിമയായ മകനെ തിരുത്തുവാൻ ആവുന്നിടത്തോളം ശ്രമിച്ചപ്പോഴും അവർക്ക് ജയിക്കാൻ കഴിയാത്തത് കൊണ്ട് തിരുവല്ലയിലുള്ള ഭവനത്തിൽ നിന്ന് അല്പം അല്ലാതെ ദൂരത്തില് മാറി അവര് കാറിനകത്തിരുന്ന് ആത്മഹത്യ ചെയ്തു. പ്രൈസ് ദ ലോർഡ്. ഒന്ന് ഓർത്തു നോക്കിയ സഹോദരങ്ങളെ, രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തത് കൊണ്ടല്ലേ. എന്നാൽ ഞാനും നീയും ഒരു കാര്യം തിരിച്ചറിയണം. ഇടം കൈയും വലം കൈയും തിരിച്ചറിയുവാൻ കഴിയാതെ അനേകർ യേശുവിനെ കുറിച്ച്, യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് രുചിച്ചറിയാൻ കഴിയാതെ, ക്രിസ്തുവിലൂടെ സ്നേഹിക്കുന്ന സ്നേഹം, കാൽവറിയിലെ സ്നേഹം നമ്മളിലൂടെ ഒന്ന് വിളംബരം ചെയ്യുവാൻ കഴിഞ്ഞാൽ ചില ജീവിതങ്ങളെ അതിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സുവിശേഷത്തിന്റെ വ്യക്താക്കളാ. സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ അയ്യോ കഷ്ടം. ഹല്ലേലൂയ. എത്രയോ ആത്മഹത്യ ചെയ്യേണ്ട സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നിട്ടില്ലേ? എന്താ ചെയ്യാതെ നിന്നത്? വിടുതൽ അനുഭവിച്ചത് കൊണ്ടാ, കരം ഇറങ്ങി വന്നത് കൊണ്ടാ. അതിന്റെ തിക്ത അനുഭവം നമ്മൾ അത്ര സന്തോഷിക്കുവാൻ കഴിയും. ദൈവം എന്നെ വിടുവിച്ചല്ലോ. ഹല്ലേലൂയ. അവിടെ വായിക്കുകയാണ്, അതേ പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു. ഹല്ലേലൂയ.
ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ ആമേൻ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത അനുഭവം. ആമേൻ സ്തോത്രം. കൂടാതെ നമ്മയോടുള്ള ബന്ധത്തിലും ആമേൻ നമുക്കും പറയുവാൻ കഴിയും, നമ്മളെ രക്ഷിച്ച ഒരു ദൈവമില്ലേ. ആമേൻ ഹല്ലേലൂയ. ഏത് രീതിയിലുള്ള രക്ഷയാ? രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ആമേൻ ആമേൻ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ ആമേൻ അനുരൂപപ്പെട്ടുകൊണ്ട് ദൈവത്തെ ദൈവമെന്നറിയാതെ കൊണ്ട് കർത്താവിനെ ഹല്ലേലൂയ നിസ്തുല്യ സ്നേഹത്തെ രുചിച്ചറിയാൻ കഴിയാതിരുന്ന ഒരു കാലം നമ്മുടെ പിന്നാമ്പുറം ഉണ്ടായിരുന്നു. അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് അത് 40-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴഞ്ഞ അനുഭവത്തിൽ നിന്നെ കയറ്റിയില്ലേ? ആ കരം ഇറങ്ങി വന്ന് നിന്നെ പിടിച്ചെടുത്തതല്ലേ? ആമേ ക്രിസ്തുവാകുന്ന പാറമേൽ, ആ യുഗങ്ങളുടെ പാറമേൽ നിർത്തിയത്. ആമേ യുഗങ്ങളുടെ പാറ ആ ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയത് എന്തിനാണെന്നറിയാമോ? ഉറപ്പോടെ നിൽക്കാനാ. ഒരു സന്ദേശം കൂടെ തരിക, ഉറപ്പോടെ നിന്നോണം കേട്ടോ. നിന്നെ കൊണ്ടുവന്നത് ആ ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയെങ്കിൽ, നിന്റെ നാവിൽ പുതിയൊരു പാട്ട് തന്നെങ്കിൽ ഉറപ്പോടെ നിൽക്കണം. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മെ നിർത്തി. കുഴഞ്ഞ അനുഭവം ഈ കണ്ടങ്ങളിൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല. ഞങ്ങൾക്കൊക്കെ പുഞ്ചകൃഷിയുണ്ട്, ഇപ്പോൾ അത് പുഞ്ച വെറുതെ കിടക്കുക ഞങ്ങളുടെ നാട്ടുകളിൽ. അവിടെ ഉണ്ടോന്ന് പോലും അറിയത്തില്ല. അന്ന് പുഞ്ചയിലെ ഞങ്ങൾ ഒരു കാല് ചവിട്ടുമ്പോൾ ഒരു കാല് പൊക്കുമ്പോൾ ഒരു കാലങ്ങ് താണു പോകുക. ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്താതെ ചില ചിളിക്കുണ്ടികളിൽ താണു പോകുന്നുണ്ട്. ഇതുപോലുള്ള പാപച്ചേറ്റിൽ കിടന്നതായ നമ്മെ വിടിവിച്ചെങ്കിൽ ആ കർത്താവിന് എത്ര മഹത്വം കൊടുക്കണം, എത്ര ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എന്നെ ധ്യാനിച്ചപ്പോൾ ചിന്തിച്ച ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ 1-2 വാക്യങ്ങളിൽ കൂടെ മാത്രം ഞങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നമുക്കറിയാമല്ലോ ക്രിസ്തുവിനെ കുറിച്ചുള്ള 6 പ്രവചനങ്ങളിൽ ഒരു പ്രവചനമാണ്. 6 പ്രവചനങ്ങൾ ഇതിലുണ്ട്. അതിൻ്റെ വാക്യങ്ങളെന്നും പറയാൻ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാം. എന്നാൽ 9-ാമത്തെ വാക്യം അതാണ് എന്നെ ഇന്ന് ചിന്തിപ്പിച്ചത്. വേറൊരു വാക്യം കൂടെ സമയമുണ്ടെങ്കിൽ പറയാം. 9-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. മതി അത്രയും വായിച്ചാൽ മതി. നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിലും അവസാന ഘട്ടങ്ങളിലും എരിവ്, ആലയത്തെക്കുറിച്ചുള്ള എരിവ് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. യേശു ഒരിക്കൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും മർക്കോസ് സുവിശേഷത്തിലും ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യെരൂശലേം ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങൾ, ആ കർത്താവിനെ ആരാധിക്കേണ്ട ആ സ്ഥലത്ത് ആമേൻ ആടുമാടുകളെ, പ്രാവുകളെ, അങ്ങനെ വലിയ ബിസിനസ് നടക്കുക. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ എന്ന് വായിക്കാം. യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരൂശലേമിലേക്ക് പോയി. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോട് കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. കർത്താവ് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ഒരു ചാട്ടവാർ കയ്യിലെടുത്തു. എന്താ സംഭവിച്ചത്? അവിടെ ആടുമാടുകളെ വിൽക്കുന്ന ആമേൻ സ്തോത്രം സ്ഥലത്ത് വന്നിട്ട് എല്ലാവരെയും പുറത്താക്കി. ആമേൻ. കർത്താവ് ദേഷ്യം കാണിക്കേണ്ടത് ദേഷ്യം കാണിച്ചു. പുറത്താക്കിയിട്ട് കർത്താവ് പറഞ്ഞ പദങ്ങളുണ്ട്. നിങ്ങൾ ലൂക്കോസ് വിശേഷവും മർക്കോസ് വിശേഷമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ പിതാവിൻ്റെ ആലയമെന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അതുപോലെ ആമേൻ എൻ്റെ ആലയം പ്രാർത്ഥനാലയം, ആമേൻ അത് ആമേൻ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുക. ഇന്ന് ആത്മലോകത്ത് ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ആമേൻ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തുകൊണ്ടിരിക്കുകയാ. എൻ്റെ ദൈവം എന്ത് ചെയ്തോ? ഒരു ശുദ്ധീകരണം അവിടെ നടക്കുകയാണ്. നമ്മോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെടുവാനിടയായത്. ആമേൻ. ആലയം എന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആമേൻ നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. ആമേൻ. അതിന് ആധാരമായി ഒരു വാക്യം വായിക്കാം. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17 വാക്യം ഒന്ന് വായിച്ചേ.
ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്ന അതിന് മുൻപ് 16-ാം വാക്യം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും ആ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ എന്ത് ചെയ്യണം? അറിയുന്നില്ലയോ? അടുത്തത്, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവൻ ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവം നശിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാ, ആമേ, ദൈവത്തിന്റെ ആലയമാ. നമ്മൾ ദൈവത്തിന്റെ ആലയമാ, ദൈവത്തിന്റെ മന്ദിരമാ. പുതിയ നിയമ ഇസ്രയേലായിരിക്കുന്ന നാം, ആമേൻ, ഈ ആലയം എന്ത് ചെയ്യണം? ആമേൻ, ശുദ്ധീകരിക്കപ്പെടുവാനിടയായി തീരണം. കൊരിന്തിയ ആയിലെ വിശ്വാസികള് ഒരു കൃപാവരങ്ങൾക്കും കുറവില്ലെന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ധന്യനായ പൗലോസ് സുവിശേഷ പാരായണത്തില് താൻ സുവിശേഷം പറഞ്ഞപ്പോൾ അവരുടെ തെറ്റുകളെ ഒന്നൊന്നായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ആമേൻ, നിങ്ങളുടെ ദേവന്മാരെ നിങ്ങൾ മ്ലേച്ഛത ചെയ്യുകയും നിങ്ങൾ ദേവന്മാരെ നിങ്ങൾ ആരാധിക്കും ചെയ്യുന്ന ഒരു ചുറ്റുപാട് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മടങ്ങി വരണം. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് ആമേ കർത്താവ് ആലയത്തെ ശുദ്ധീകരിച്ചതുപോലെ ഒരു ശുദ്ധീകരണം നിങ്ങൾക്ക് ആവശ്യമെന്ന് പൗലോസ് അവിടെ വെളിപ്പെടുത്തുകയാണ്. Praise the Lord. ആമേൻ. അപ്പോൾ മലിനതകൾ മാറ്റി ശുദ്ധീകരണം ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമായ നമ്മിൽ അശുദ്ധി ഉണ്ടെങ്കിൽ അത് നീക്കി ഒന്ന് ശുദ്ധീകരണം പ്രാപിപ്പാൻ നമുക്കൊരു സന്മനസ്സുണ്ടാകണം. ആമേൻ. 2 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 14 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, നിങ്ങൾ അവിശ്വാസികളുമായി ഇണയില്ല പിണ കൂണരുത്. 2 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായം 14 മുതൽ താഴോട്ടൊന്ന് വായിച്ചേ. മൈക്കുള്ളൊരു വായിക്കണേ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. അയ്യോ പാസ്റ്റർ, അങ്ങനെയെങ്കിൽ എങ്ങനെയാ സുവിശേഷം പറയുന്നത്? സുവിശേഷം പറയണം. സുവിശേഷം പറയുവാൻ ദൈവത്തിൻ്റെ സ്നേഹം അവിടെ ഉപയോഗിക്കാൻ കഴിയും. അവരോട് സുവിശേഷം പറയുമ്പോൾ അവരുടെ പാപം ഇങ്ങോട്ട് വരാതിരുന്നാൽ മതി, സൂക്ഷിച്ചാൽ മതി. നമ്മുടെ സ്നേഹം അങ്ങോട്ട് അയക്കണം. വായിച്ചാട്ടെ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച? നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച. വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ? വായിക്കാം. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. കണ്ടോ, ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ആരാണ്? എൻ്റെ ജനമാ. പോരാ, പിന്നെയും പറയും, നിങ്ങൾ എനിക്ക് ജനം മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് പിതാവും കൂടെയാണ്. നമ്മുടെ സ്വർഗീയ പിതാവ് ആണെന്നുള്ള അവകാശം നമുക്ക് പറയണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഹല്ലേലൂയ, അരുതാത്തത് ചെയ്യുവാൻ നമ്മുടെ കൈ പോകരുത്. നമ്മുടെ കയ്യെ സൃഷ്ടിച്ചവൻ, കയ്യെ ആരോഗ്യത്തോടെ തന്നവൻ, കണ്ണിനെ സൃഷ്ടിച്ചവൻ, കണ്ണിനെ ആരോഗ്യത്തോടെ തന്നവൻ, ആ നിലയിൽ നമ്മളെ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ട, ജീവിതം മലിനപ്പെടാതെ ഒരു ക്ലിയർ ഹാർട്ട്, അതാണല്ലോ നമ്മുടെ കർത്താവ് ഗിരിപ്രഭാഷണത്തില് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വിശുദ്ധീകരണം കൂടാതെ ആർക്കും പിതാവിനെ കാണാൻ കഴിയുകയില്ലെന്ന് എബ്രായ ലേഖനത്തിൽ കാണുന്നല്ലോ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്ന് ലേവ്യ പുസ്തകത്തിൽ കാണുന്നല്ലോ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ദാസീദാസന്മാരെ, നമ്മുടെ ഹൃദയം വിശുദ്ധമായെങ്കിൽ മാത്രമേ നമ്മിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുകയുള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുന്നു പറഞ്ഞാൽ അങ്ങ് സ്വർഗത്തിൽ കടന്നു പോകുവാൻ കഴിയുകയില്ല. 2 കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്. ഒന്ന് വായിച്ചേ. അതിന്റെ അടുത്ത വാക്യമാണ്. അവിടെ കൊണ്ട് തീർന്നു. 18-ാമത്തെ വാക്യം കൊണ്ട് തീർന്നിട്ട് 7-ാം വാക്യത്തിൽ 7-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ വേഗത്തിൽ വായിച്ചാട്ടെ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ ഒന്ന് വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വിശുദ്ധിയുടെ കഥ, ഈ പ്രമാണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ സഭയല്ലേ, ചില സഭയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ആള് കുറയും.
ആമേൻ. വിശുദ്ധിയുടെ വചനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആള് കുറയും, അവരടുത്ത സഭ നോക്കും. കാര്യം എന്താണെന്നറിയാമോ? അവർക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടുന്ന് വിട്ടുപോകും. എന്നാൽ അല്പമേ ഉള്ളോ, അങ്ങ് ഉള്ളതിനെ കൊണ്ട് അങ്ങ് അക്കരെ കൊണ്ടുപോകണമെന്ന ആഗ്രഹം. ആമേൻ. ദൈവത്തിന്റെ ദാസന്മാര് ആമേൻ ഇങ്ങനെ വിട്ടുപോകുന്നവർ വിചാരിക്കുന്നെന്തുവാ? അവിടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഉണ്ട്, അവിടെ ചാട്ടമുണ്ട്, അത് ഞങ്ങൾക്ക് മതി, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ വാലല്ല തലയാക്കാമെന്ന് പറഞ്ഞാൽ ആള് കൂടും. എന്നാൽ ആള് കുറയും. എന്ത്? വിശുദ്ധിയുടെ പ്രമാണം പറയുമ്പോൾ. ഇതാ നമുക്ക് ആവശ്യം കേട്ടോ. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന സഭയാ കർത്താവ് വരുമ്പോൾ കൊണ്ടുപോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിനൊരു വാക്യം കൂടെ, 1 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു. 6:19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അല്ലേ? നമ്മളെ വിലക്കല്ലേ വാങ്ങിയത്? നമ്മള് അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ടല്ലേ? നമ്മൾക്കൊരു ഉടമസ്ഥനില്ലേ? അങ്ങനെങ്കിൽ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ നമ്മൾ ആരുടെ വകയാ? അതാ ഞാൻ ഇതിനു മുൻപ് ഞാൻ പറഞ്ഞ്, നമ്മുടെ എല്ലാം കർത്താവിന്റെ വകയാ. നമ്മുടെ ശരീരം മുഴുവനും കർത്താവിന്റെ വകയാ. നിന്റെ ഭാര്യ നിന്റെ കർത്താവിന്റെ വകയാ, നിന്റെ ഭർത്താവ് കർത്താവിന്റെ വകയാ, നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ വകയാ. അങ്ങനെങ്കിൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നീ അന്ന് ചെയ്തില്ലേ? എന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നീ എന്തുവാ സമർപ്പിച്ചത്? എന്റെ ദൈവത്തിന്റെ കയ്യിലേക്ക് സമർപ്പിക്കുമ്പോൾ ആമേ, നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. നിന്റെ ഹിതത്തിന് വേണ്ടി നീ ഇറങ്ങരുത് കേട്ടോ. നിന്റെ ശബ്ദം, ആ സ്വർഗീയ ശബ്ദം കേട്ട് നീ മുന്നോട്ട് പൊയ്ക്കോണം കേട്ടോ. നീ പ്രാർത്ഥിച്ചത് പ്രാപിച്ചോണം. വ്യക്തിപരമായി നീ പ്രാർത്ഥിച്ചാൽ ദൈവ ശബ്ദം നിനക്ക് നൽകി തരും. അങ്ങനെയെങ്കിൽ നിന്റെ തലമുറ ഇന്ന വഴിക്ക് പോകണം. മൈഗ്രെയിൻ ചെയ്യുന്നത് പോലും ദൈവഹിതമായിരിക്കണം. ഇല്ലെങ്കിൽ അവിടെ കയ്യും കാലും വിട്ട് അടിക്കുമെന്നാ ഞാൻ പറഞ്ഞതിന്റെ സാരം. ദൈവ ശബ്ദമാണ് നമ്മളെ ഓരോ ദിവസവും നടത്തുന്നത്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് വായിച്ചാട്ടാ ഭാഗം ഒന്നുകൂടെ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ലെന്ന് ഈ ബോധ്യം നമുക്കുണ്ടോ? ഇതെല്ലാം നമ്മൾ വായിച്ചു വിട്ടിട്ടുണ്ടല്ലേ? എന്നാൽ ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, നമ്മൾ ദൈവത്തിന്റെ വകയാണ്. നമുക്കൊരു ഉടമസ്ഥനുണ്ട് ഉയരത്തില്. നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഹല്ലേലൂയ. 20-ാം വാക്യം കൂടെ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ കണ്ടോ? ഇതാ പറഞ്ഞത്, ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ശരീരം വിശുദ്ധമായിരിക്കണം. ദൈവത്തെ അല്ലാതെ മഹത്വപ്പെടുത്തുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നു, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സറിവ് ഓർപ്പിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന അല്ലേ അവിടെ വായിക്കുന്നത്? ആമേൻ. നിങ്ങളെ പ്രബോധിപ്പിച്ച് ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന്, അതേ നമ്മുടെ ശരീരം കൊണ്ട് ജീവനും വിശുദ്ധിയുമുള്ള ആരാധനയായി നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊള്ളുവീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും ദൈവപ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സൊതുക്കി രൂപാന്തരപ്പെടുവീൻ. ഹല്ലേലൂയ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തുവാനിടയായി തീരണം. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധമായി നാം കാത്തു സൂക്ഷിക്കണം. അത് കുറച്ച് നാളല്ല. കഴിഞ്ഞ ദിവസം ബഹുമാന്യ പാസ്റ്റർ പറഞ്ഞതുപോലെ ആമേൻ, എഫ്രാത്തിലേക്ക് പോകാൻ അല്പ ദൂരമേ ഉള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ബേത്ലഹേമിലെ എഫ്രാത്തിൽ പോകാൻ അല്പ ദൂരമേ ഉള്ളൂ. എന്നാൽ അവകാശം പറയുവാൻ ഗ്രഹബിംബം മോഷ്ടിച്ചെടുത്ത റാഹേലെ, നീ ബെനോനി എന്ന് പറഞ്ഞ മകനുണ്ടായപ്പോൾ ബെനോനി എന്ന് പേരിട്ടെങ്കിലും നീ അവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ ആമേൻ, വളരെ ആമേൻ, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. അല്പ ദൂരമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ദാസന്മാരെ, നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തു. പ്രാണപ്രിയവൻ്റെ വരവ് അടുത്തിരിക്കുകയാ. നമ്മൾ ഹല്ലേലൂയ കുറച്ച് ദിവസമല്ല വിശുദ്ധിയോടെ ജീവിക്കേണ്ടത്. നമ്മൾ തീരുമാനമെടുത്തത് അവസാനം വരെ ആമേ അതേപോലെ നിൽക്കണമെന്ന. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-11 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ജീവകിരീടം എങ്ങനെയാ പ്രാപിക്കേണ്ടത്? ആമേൻ. ഹല്ലേലൂയ. മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. അല്ലേ? എന്ന് വായിക്കാമോ? നിങ്ങൾ പെട്ടെന്ന് എടുക്കണം. ഹല്ലേലൂയ. ആമേൻ. സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് അടുത്ത വാക്യം വായിച്ചാൽ മതി. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം. അതിന്റെ അടുത്ത വാക്യം, മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ എന്നാൽ ഞാൻ ജീവകിരീടം ഞാൻ നിനക്ക് തരുമെന്ന്. വിശ്വസ്തനായിരുന്നില്ലെങ്കിൽ ജീവകിരീടം കിട്ടത്തില്ലെന്നുള്ള ഉറപ്പല്ലേ?
അടുത്തത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിലും പ്രധാനം അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ഓ, രണ്ടാം മരണത്താൽ ദോഷം വരികയില്ലെന്ന് കുഞ്ഞേ. ഓ മാതാവേ, പിതാവേ, ആമേൻ. രണ്ടാം മരണത്തിൽ ദോഷം വരാതിരിക്കണമെങ്കിൽ ജയിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഈ രണ്ടാം മരണം ഏതാണ്? നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ തന്നെയുണ്ട്. ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, ബിംബാരാധികൾ, ഇങ്ങനെ ഉള്ളവരെ തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലേക്ക് ഇടുമെന്നും ഇത് രണ്ടാം മരണമെന്നും വ്യക്തമായി അവിടെ കാണുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ രണ്ടാം മരണത്തിൽ പോകേണ്ടവരല്ല. നമ്മുടെ കർത്താവ് നമ്മെ വില കൊടുത്ത് വാങ്ങിയത്, നമ്മുടെ ഉടമസ്ഥൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായത്, എൻ്റെ ദൈവം പാപമാക്കപ്പെട്ടത് എന്തിനാണെന്നറിയാമോ? പാപിയല്ല എൻ്റെ ദൈവം, പാപമാക്കപ്പെട്ടതാ. പാപത്തിന്റെ നമ്മുടെ പാപങ്ങളെ കർത്താവ് അങ്ങ് വഹിച്ചതാ. ആ നല്ല കർത്താവ് ഹല്ലേലൂയ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ അതും കേട്ടതാണ്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി തൻ്റെ ഓമന കുമാരനെ തന്നില്ലേ? ഹല്ലേലൂയ. സ്നേഹം ഓർക്കുമ്പോൾ ഈ ദൈവത്തെ നമുക്ക് മറക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ആമേൻ, ആമേൻ, സ്തോത്രം. രണ്ടാമതായി ശരീരമാകുന്ന മന്ദിരം എന്ത് ചെയ്യണം? നമ്മളെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണമെന്ന്? സ്നേഹിക്കണമെന്നൊരു കാര്യമുണ്ട്. അതാണ് ദൈവാത്മാവ് എനിക്ക് രണ്ടാമത് തന്ന വചനം. ഈ ശരീരമാകുന്ന മന്ദിരത്തെ വിശുദ്ധിയോടെ കാക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. 97-ാം സങ്കീർത്തനത്തിലെ 10-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. അനേക വാക്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും 1-2 വാക്യം മാത്രം ഞാൻ വായിച്ചിട്ടിരിക്കാം. ആമേൻ. അവിടെ കാണുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുക്കണമെന്ന്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദോഷം കാണുമ്പോൾ അതിന് ചങ്ങാത്തം കൂടരുത്, അതിനെ നമ്മൾ വെറുക്കണം. വെറുപ്പ്. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും. വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമ്മൾ അനേക കാര്യങ്ങൾ നമ്മുടെ ഈ പ്രമാണത്തിലുണ്ടെങ്കിലും ഹല്ലേലൂയ, ഇവിടെ കർത്താവ് എനിക്ക് തന്ന ആ ഒരു വചനമെന്ന് പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ ദോഷത്തെ വെറുക്കുന്നവനായിരിക്കണം. പിന്നെ ഒത്തിരി വാക്യങ്ങളുണ്ട്. സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ കാണുന്നില്ലെന്നൊക്കെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. വേറൊരു വാക്യം കൂടെ ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചല്ലോ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. അടുത്തത്, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ ബഹുവചനമല്ലേ, ഞങ്ങൾ അവന്റെ അടുക്കൽ വരും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം, പരിശുദ്ധാത്മാവും പുത്രനും ആമേൻ പിതാവും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യുമെന്ന് അവിടെ പറയുന്നത്? അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യുമെന്ന്. ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ ആദ്യം സ്നേഹിക്കും, പിന്നെ ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശരീരമാകുന്ന ആലയത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അത് ഉള്ളിൽ വസിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ ഈ ശരീരമാകുന്ന ആലയം വിശുദ്ധമാണ്. വിശുദ്ധമായെങ്കിൽ മാത്രമേ ഈ ആലയത്തിലേക്ക് എൻ്റെ യേശു വരികയുള്ളൂ, പരിശുദ്ധാത്മാവാൻ ദൈവം വരികയുള്ളൂ. വിശുദ്ധികേട് കണ്ടു കഴിഞ്ഞാൽ ഈ തങ്കപ്രാവ് പറന്ന് അകന്നു പോകും കേട്ടോ. ഹല്ലേലൂയ. പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അന്ന് വന്നും പോയും ഇരുന്നു. എന്നാൽ പുതിയ നിയമത്തിലെ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ കാര്യസ്ഥനെ അയക്കുമെന്ന കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ നല്ല കർത്താവ്, അതുകൊണ്ടാണ് ദാവീദ് 51-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിലാണ് എൻ്റെ വിശ്വാസം, നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണം, സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് തരണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കാൻ കാരണം, ഞായറാഴ്ച മാത്രമല്ല, സ്ഥിരമായ ഒരു ആത്മാവിന്. തിങ്കളാഴ്ച ആത്മാവ് മാറരുത്, ചൊവ്വാഴ്ച മാറരുത്, ശനിയാഴ്ച വരെയും ആത്മാവുണ്ടാകണം. സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് തരണമേ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങൾ അടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ 21-ാം വാക്യം കൂടെ ധ്യാന ചിന്തയാണ്, അതുകൂടെ ഒന്ന് വായിക്കാം. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു,
എന്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. നോക്കിയേ, നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവിൻ്റെ ആമേൻ 6 വിധ ആമേൻ ഉദ്ധരണികൾ, പ്രവചനങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിലൊരു പ്രവചനമാണ് അഞ്ചാമത്തെ പ്രവചനമാണ് 21-ാം വാക്യത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത്. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, ദാഹത്തിന് ചൊറുക്ക തന്നു. നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ കിടന്നപ്പോൾ 7 മൊഴികളുണ്ട്. അതിലൊരു മൊഴിയാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആമേൻ ആ ത്യാഗം സഹിച്ചത് ചൊറുക്ക തിന്നിട്ടല്ല, കർത്താവ് വേദന സഹിച്ചു. ഹല്ലേലൂയ. എന്നാൽ അവസാനം മരിക്കുന്ന സമയം ആ ലാസ്റ്റ് മൂമെന്റിൽ അത് രുചിച്ചു കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ആമേൻ അവിടെ 53-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു എന്ന്. അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം തരുവാൻ കൂടി, നമ്മെ പാപിയായി നമ്മെ നേടുവാൻ കൂടിയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ, നമ്മുടെ രോഗത്തെ അവൻ വഹിക്കുന്നവനാ, നമ്മുടെ ആമേൻ അതിക്രമത്തെ അവൻ ക്ഷമിക്കുന്നവനാ. ഹല്ലേലൂയ. നമുക്കറിയാം കണ്ടിവണ്ണ എന്ന ആ വേദന സംഹാരി എന്ന് നമ്മൾ പറയാം, അതാണ് കർത്താവിനെ മൂര് എന്നൊക്കെ പറയാം, അത് കൊടുത്തത്. ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് ഈ ക്രൂശിലെ മരണം എന്ന് പറഞ്ഞാൽ അത്ര വേദനയാണ്. എത്ര വേദനയാ! പുറം ഒഴിവുചാൽ പോലെ കീറിയില്ലേ അവിടുത്തെ നമുക്ക് വേണ്ടി എത്ര ത്യാഗം സഹിച്ച യേശു അപ്പച്ചൻ ഇന്ന് പകൽക്കാലം നമ്മെ അവിടെ വേദനകളെ ചുമന്നെങ്കിൽ ആ കർത്താവിനെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. ഇന്ന് തീരുമാനമെടുക്കണം, ആ ബലത്തിൽ നിലനിൽക്കണം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ നീ ഒന്ന് ശക്തിപ്പെട്ടോണം. സർവായുധങ്ങളൊന്ന് ധരിച്ചോണം, പിശാചിന്റെ തന്ത്രങ്ങളെ ജയിച്ചോണം കേട്ടോ കുഞ്ഞെ, ജയിച്ചോണേ. ആമേൻ. ഹല്ലേലൂയ. ഇവിടം വിട്ട് പോകുമ്പോൾ ഇത് നിന്റെ മനസ്സിൽ നിന്ന് മാറല്ലേ. നമുക്ക് വേണ്ടി ഒരുമിച്ച് പരസ്പരം പ്രാർത്ഥിച്ചാൽ നടക്കും കേട്ടോ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന മഹാപ്രതിഫലമുള്ള നിന്റെ ധൈര്യം തള്ളിക്കളയല്ലേ. ആമേൻ. ബലവും മഹിമയുമാ നിന്റെ ഉടുപ്പ്. ഭാവികാലം ഓർത്ത് നീ പുഞ്ചിരി തൂകിക്കോണേ. ഇന്ന് പകൽക്കാലം നീ കൈവിടപ്പെടല്ലേ. യെസ്, കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ചുടാമന ധരാ ധനാ ധരാ ധനാ ഹുഡബര ബലബര ബലബ ശൈദര. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ നല്ല കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും പിതാവിൻ്റെ മഹിമയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടതെല്ലാം അവിടുത്തെ ഭണ്ഡാരത്തിലുണ്ട്. നിന്റെ തലമുറയുടെ വിഷയമെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഭാരപ്പെടരുത്. നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിച്ചാൽ മതി. ഇന്ന് ഈ ബലത്തോടാണ് നീ പോകുന്നത്. അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിൽ കാണാൻ പോകുകയാ. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ദൂരവേ അത് കാണാൻ പോകുകയാ. നീ നീറുന്ന ചില വിഷയത്തിന്മേൽ അത് കാണാൻ പോകുകയാ. കുഞ്ഞെ കാണാൻ പോകുകയാ. അത് സംഭവിക്കും കേട്ടോ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് ശക്തിയോടെ ഒരിക്കൽ കൂടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.